whom should I meet? മലയാളിയാണല്ലേ? അത് എങ്ങനെ മനസ്സിലായി? അത് ഇംഗ്ലീഷ് കേട്ടപ്പോഴേ മനസ്സിലായി. വാവ്, ഇതിലും ഇംഗ്ലീഷ് ആണല്ലോ. എന്തിനാ വന്നത്? സിഎംഒയുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് പോസ്റ്റ്. സിഎംഒയുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് സാർ പ്ലീസ് കം. എന്താ വിളിച്ചേ? സാറേന്നോ? അതെ, സാറേന്ന്. ഇനിയിപ്പോ അക്ഷരമല്ലോ മാറിപ്പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ സാറേന്ന് തന്നെയാണ് വിളിച്ചത്. പ്ലീസ് കം സാർ, വരൂ വരൂ വരൂ. സാറ് ഏതുവരെ പഠിച്ച്? അത് പിന്നെ ഞാൻ ഈ ബിടെക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. ഇത്ര വലിയ ഡിഗ്രി ഒക്കെ ഉണ്ടായിട്ടും പിന്നെ ഈ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യാനുള്ള കാരണം? ആരാ ഈ പുതിയ കക്ഷി? പുതിയ അപ്പോയിന്റ്മെന്റാ? Your good name? മനു വർമ്മ. ഓ, മലയാളിയാണല്ലേ? അല്ല, പഞ്ചാബി. ഇവൻ ആരടാ? ഇത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പാസ് ആയാളാ. ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ് അല്ല, ഡിസ്റ്റിങ്ഷൻ. അത്രയ്ക്ക് സത്യസന്ധനൊന്നും ആവണ്ട. ആര് ചോദിച്ചാലും ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ മതി. നമുക്ക് ഇച്ചിരി ഗമയൊക്കെ ഇരിക്കട്ടെ. അല്ലല്ല, ഫസ്റ്റ് ക്ലാസ്സിനേക്കാൾ മേളിലാ ഡിസ്റ്റിങ്ഷൻ. അതിനിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഒക്കെ ഉണ്ടായോ? പുതുതായിട്ട് തുടങ്ങിയതായിരിക്കും. ഞാൻ 82 ബാച്ചാ. എഞ്ചിനീയറിംഗിനോ? അല്ല, 8ാം ക്ലാസ്. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാ? പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അല്ല, നമ്മ മറ്റേ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്കോ? ഏത് പോസ്റ്റ്? സിഎംഒയുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആയിട്ടാ വിളിച്ചിരിക്കുന്നത്. സാർ വരൂ, സാർ വരൂ, വരൂ വരൂ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പാവം. എല്ലാവരും എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അത് അസൂയ കൊണ്ടാ. ഏയ്, ഇത് അസൂയ കൊണ്ടുള്ള നോട്ടമല്ല, ഒരു തരം സഹതാപം കലർന്ന നോട്ടം. മുംബൈയിലൊക്കെ അസൂയോടെ നോക്കുന്നത് ഇങ്ങനെ. അല്ല, ഇവർക്ക് എന്തിനാ എന്നോട് അസൂയ? പിന്നെ ഒരേ ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട്. ഒരേ ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട് അസൂയപ്പെടേണ്ട കാര്യം എന്താ? അല്ല, അത് പുതുതായി വന്നൊരു പയ്യൻ അവരുടെയൊക്കെ ബോക്സിന്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആകാന്ന് വെച്ചാ അവർക്ക് സഹിക്കുവോ? ഏതാനും മണിക്കൂറും കൂടെ കഴിഞ്ഞ പിന്നെ സാർ ആരാ? ആരാ? എനിക്കെങ്ങനെ അറിയാം? അണ്ണൻ തന്നെ പറ. ഈ കമ്പനിയുടെ സിഎംഒയുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എന്ന് വെച്ചാ സിഎംഒയുടെ സ്വന്തം ആള്. അപ്പൊ പിന്നെ ഈ കാണുന്നവരൊക്കെ സാറിന്റെ കീഴിലാ. സമാധാനായി. ജോലി തീരെ മോശമാവോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അങ്ങനൊന്നും ചിന്തിക്കല്ലേ. പദവിയിലല്ല, അധ്വാനം, അതിലാണ് കാര്യം. അങ്ങനെയുള്ളവർക്ക് ഈ കമ്പനിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. അതെ 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 അതെ, ഇതുപോലൊരു കമ്പനി തന്നെ ആദ്യം ജോലി കിട്ടുക എന്നുള്ളത് എന്റെ ഒരു സ്വപ്നമായിരുന്നു. ആദ്യത്തെ ഒരു കൊല്ലം പ്രൊബേഷണറി പീരീഡ് അത്രേ. അത് കഴിഞ്ഞാൽ പിന്നെ പെർമനന്റ് ആക്കി ഒരുക്കല്ലേ. അതിന് യാതൊരു ഉറപ്പില്ല. അതെന്താ? ഞാൻ പറഞ്ഞില്ലേ, കഠിനമായ അധ്വാനം എല്ലാം അതിനെ ആശ്രയിച്ചിരിക്കും. എന്തെല്ലാം പീഡനങ്ങൾ ഉണ്ടായാലും സാറ് പതറരുത്. പീഡനോ? അല്ല, അത് പിന്നെ ഈ പീഡനം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് പ്രശ്നങ്ങൾ. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും സാർ പിടിച്ചു നിൽക്കണം. എന്ത് ജോലിയും ചെയ്യാൻ റെഡി ആയിരിക്കണം. അതൊന്നും ഒരു പ്രശ്നമല്ല അണ്ണ. എത്ര കഷ്ടപ്പെട്ട് ഞാൻ പിടിച്ചേക്കും. ഈ ജോലി എനിക്ക് അത്രയ്ക്ക് ആവശ്യമുള്ള. സാറിനെ പോലൊരു പോരാളിയെയാണ് ഞാൻ കാത്തിരുന്നത്. എന്താ, എന്തു പറ്റി? അല്ലണ്ണ, കുറച്ചു നേരമായിട്ട് ശ്രദ്ധിക്കായിരുന്നു. ചെറുതായിട്ട് സംസാരത്തിൽ എവിടേക്കോ ഒരു അപകട സൂചന. അതൊക്കെ സാറിന്റെ വെറും തോന്നല. ടെൻഷൻ ഉണ്ടല്ലേ? സത്യം പറഞ്ഞ നല്ല ടെൻഷനില ഞാനിവിടെ വന്നത്. പക്ഷേ ഇപ്പൊ അതൊക്കെ മാറി. ഞാനൊരു നാട്ടുമ്പുറത്താ ജനിച്ചു വളർന്നതേ. പഠിച്ചത് ഒരു ലോക്കൽ ഇംഗ്ലീഷ് മീഡിയത്തിലും. അതുകൊണ്ട് ഇംഗ്ലീഷ് അല്പം പ്രശ്നം. എഴുതാനും വായിക്കാനൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ ഈ സംസാരിക്കുമ്പോൾ ഒരു ഫ്ലുവൻസി ഉണ്ടല്ലോ, അത് കുറച്ച് പ്രശ്നമാണ്. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ എല്ലാവരും മലയാളികള്. ഇപ്പഴാ ഒരു സമാധാനായത്. ഐ ആം സോറി മിസ്റ്റർ മനു, യു മിസ്റ്റേക്കൺ. നോ 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 നോ, യു മിസ്റ്റേക്കൺ എന്നല്ല, യു ആർ മിസ്റ്റേക്കൺ എന്നാണ് പറയേണ്ടത്. ഇതാണ് ഈ അഹങ്കാരം കൊണ്ടാണ് മലയാളികൾ നന്നാവാത്തത്. ഗ്രാമർ തെറ്റുമെന്ന് പേടിച്ച് വാതുറന്നൊന്നും പറയത്തൂല്ല. ബാക്കിയുള്ളവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ കുറ്റം കണ്ടുപിടിച്ച് കളിയാക്കാൻ മുന്നിൽ നിൽക്കുകയും ചെയ്യും. കൺട്രി ഓഫ് ഫെലോസ്. കൺട്രി ഓഫ് ഫെലോസ് എന്നല്ല, കൺട്രി ഫെലോസ്. അതിനിടയിൽ ഓഫ് വേണ്ട. ഞാൻ ഓഫ് ഇടും, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓഫ് എടുക്കുകയും ചെയ്യും. അത് എന്റെ സൗകര്യമാണ്. സോറി അണ്ണ, ഞാൻ ഇംഗ്ലീഷിനോട് താല്പര്യം കൊണ്ട് നശിച്ചു പോണ്ടെന്ന് കരുതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഭാഷാ സ്നേഹികളായ ചില മലയാളികൾ നടത്തുന്നുണ്ട്. ഇവിടെ മലയാളികൾക്ക് മുൻഗണന ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ 6 മാസത്തെ സമയമേ അനുവദിച്ചിട്ടുള്ളൂ. അതിനുള്ളിൽ ഇംപ്രൂവ് ചെയ്യാത്തവരെ ഇവിടുന്ന് അപ്പൊ തന്നെ പാക്ക് ചെയ്യും. എന്റെ ബോസ് എങ്ങനെയാ? മലയാളിയാ? പുള്ളി മലയാളിയാ. പക്ഷെ പഠിച്ചതും വളർന്നതും എല്ലാം ഓസ്ട്രേലിയയിലായതുകൊണ്ട് വാ തുറന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വരും. ഒരുവിധം എനിക്ക് പിടിച്ചിക്കാൻ പറ്റില്ലേ? അത് കുഴപ്പമില്ല. ഇടയ്ക്ക് തലയിൽ പിടിച്ചു നിൽക്കാം. അലി. യെസ്. എന്റെ അമ്മോ!
എസ് നായർ CMO. CMO. ആരാ എന്താണ്? ഓടോ അവന്റെ ഒരണ്ണൻ. അയ്യോ നോ തുറക്കല്ലേ. അയ്യോ Ali, what is this? മാഡം ചായ. What? കാല് തട്ടി എല്ലാം കയ്യിന്നു പോയി. Nelson Naki kudikan ഞാൻ പട്ടിയോ? Do I look like a dog to you? All of you just stupid idiots, good for nothing donkeys. Why can't you use a little bit of common sense? Why do you repeat your mistakes over and over again? Just get out. ഈ പ്രാർത്ഥനകൾ എന്നും എന്റെ കൂടെ Stop ഉണ്ടാവണം. bullshitting, go. താങ്ക് യു Out. താങ്ക് യു. God. കാല. എനിക്ക് കാലിനായിട്ട് വന്നിട്ട് എന്നെ കാലാണോ? അയ്യോ അതല്ല, കാലെ തട്ടി അകത്തേക്ക് എന്നെ morning. കൊലക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ morning, അലി. വന്നിരിക്കുകയല്ലേ. ഗുഡ് മോർണിംഗ് കാല. അയ്യോ സോറി സാർ. മാഡം എത്തിയോ? പിന്നെ കറക്റ്റ് സമയത്ത് എത്തുകയും ചെയ്തു, നല്ല ബേഷായിട്ട് കിട്ടുകയും ചെയ്തു. രാവിലെ നല്ല ഊർജം കിട്ടിയ പോലെ തോന്നുന്നു. എന്തായിരുന്നു ഇന്നത്തെ പ്രശ്നം? ഓ അത് പിന്നെ കറക്റ്റ് ആയിട്ട് ഓരോ കാരണങ്ങൾ വന്ന് കേറിക്കോളുമല്ലോ. Who is this guy? മാഡത്തിന്റെ പുതിയ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റാ. Hi, sir. ആള് വലിയ കമ്പ്യൂട്ടർ എഞ്ചിനീയറാ. അപ്പോ ആ സാറേ, ഹൈദരാബാദിൽ നിന്ന് നമ്മുടെ നാഗരാജ റെഡ്ഡി വിളിച്ചിരുന്നു. ഏത് നാഗരാജ റെഡ്ഡി? ഏതോ ഒരു നാഗരാജ റെഡ്ഡി. തങ്കരിക്കും ഒന്ന് വന്നേ. ഈ നാഗരാജ റെഡ്ഡി വാ പുള്ളി എന്തിനു റെഡ്ഡിയാന്ന് താൻ അയാളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. വരുന്നതിന് മുമ്പ് പേടിപ്പിച്ച് വിടണ്ടല്ലോ നോർത്താ. ഒരാഴ്ചയെങ്കിലും തികച്ചു നിന്നാ മതി. അയ്യോ അറം പറ്റുന്ന ഒന്നും പറയല്ലേ സാറേ. Yeah, right. I know that. But Mr. Arun, I've discussed these issues with you so many times. May I come in, madam? And am I responsible for all these problems? Oh, thank you. Then why can't you understand my position? I'm already so stressed out. Look, Arun, my employees are already driving me crazy and I cannot handle this pressure. Good afternoon, good evening. Good One morning. second. Who asked you to come inside? അത് പിന്നെ മാഡം രണ്ടുപേരിലോണ്ട് അകത്തേക്ക് വിളിച്ചില്ലേ, അപ്പൊ ഞാൻ I said 2 minutes, not come in. Clear out. സോറി മാഡം. Yeah? സോറി, ഐ എം ഹം ലിവിംഗ്. ആയിക്കോളൂ എടുത്തോളൂ. Hello? Shit. Hey, you, come back inside. Oh. Sit down. Here? ഇവിടെ അല്ലേ? ഓക്കെ. Why are you here? അതിപ്പോ എന്താ വെച്ചാല് ഐ ഗോട്ട് ആൻ അപ്പോയിന്റ്മെന്റ്. കാക്കണേ. Oh, so you're my new assistant. യെസ് മാഡം. You're a computer engineer? യെസ് മാഡം. Then why this job? You passed out in 2004. യെസ് മാഡം. ഇതിനു മുമ്പ് എവിടെയായിരുന്നു ജോലി? ഞാൻ ആദ്യമായിട്ടാണ് ജോലിക്ക് അപേക്ഷിക്കുന്നത്. Oh, that's strange. 2004 എഞ്ചിനീയറിംഗ് ഡിസ്റ്റിങ്ഷനോടെ പാസ്സാവുക, 8 വർഷത്തോളം you've not done any job, and finally you ended up in an executive assistant job? What happened? വീട്ടിലെ പ്രാരാബ്ദം കൊണ്ട് പറ്റിയതാ. What? Prarara? What the hell is this? Get out. You sit down. Oof. Ali, I asked you to get out. താങ്ക് യു മാഡം. Out. ഓ Yeah, tell me. സോറി, വീട്ടിലെ പ്രാരാബ്ദം മീൻസ് ഫാമിലി പ്രോബ്ലം. Okay, മനസ്സിലായി. So, you're ready to do any job? യെസ് മാഡം. Good. Look, ഇതൊരു പ്രൈവറ്റ് ഫേം ആണ്, and your future completely depends on your performance. നിങ്ങൾ നന്നായി പെർഫോം ചെയ്താൽ you can stay, or else you'll get fired. Am I clear? ഓക്കെ മാഡം. Okay. നിങ്ങളുടെ ജോലി എന്താണെന്ന് മിസ്റ്റർ അലി പറഞ്ഞുതരും. Okay? 10 മണിക്ക് വന്ന് 5 മണിക്ക് പോകാനത് സർക്കാർ സ്ഥാപനമൊന്നുമല്ല. കക്കൂസിൽ പോകാൻ സമയം കിട്ടിയാൽ ഭാഗ്യം ഒന്ന് കരുതിയാൽ മതി. പേടിക്കണ്ട, അത് ഞാനൊരു അതിശയോക്തി പറഞ്ഞതാ. ഇവിടുത്തെ ടൈമിംഗ് ജോലിക്കനുസരിച്ചാ. ജോലി തീർന്നാ വീട്ടിൽ പോവാം. അത് കൊള്ളാം. അപ്പൊ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ജോലി തീർന്ന അപ്പൊ വീട്ടിൽ പോവല്ലേ? താമസിച്ച് വരാതിരിക്കാനും നേരത്തെ പോകാതിരിക്കാനും ഇവിടെ ഒരു ടൈമിംഗ് ഉണ്ട്. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ. ഇവിടെ ഈ ലീവിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? അതേ കിടക്കുന്നു.
ജോലിക്ക് കയറിയില്ല, അതിനു മുമ്പ് ലീവിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. അങ്ങനൊരു വാക്ക് ആദ്യ വർഷം ഇവിടെ ജോലിക്ക് കയറുന്നവര് കേട്ടിട്ടേ ഇല്ല. ഒരു വർഷത്തേക്കപ്പോ ഒരു ലീവും കിട്ടില്ലേ? എന്നല്ല, കിട്ടിയ ഭാഗ്യം. അതും ഞാനൊരു അതിശയോക്തി പറഞ്ഞതാ. അല്ല, ശമ്പളം എത്ര ഉണ്ട്? 10,000 രൂപ. എവിടാ താമസം? ഇവിടെ ഇന്ദിരാനഗറില്. അതൊരു പോഷ് കോളനി അല്ലേ? അവിടെ ഒരു വീട്ടില് പേയിങ് ഗസ്റ്റ് ആയിട്ടാ താമസിക്കുന്നത്. ആധാരം കൊണ്ടുവന്നിട്ടുണ്ടോ? ആധാരോ? വീടിന്റെ ആധാരം. എന്തിന്?